ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചിറകുകളെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത് നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രൈമറി ഫെദർ, സെക്കൻഡറി ഫെദർ. അപ്പോൾ ഈ രണ്ട് ചിറകിലുള്ള ഈ രണ്ട്, അതായത് പ്രൈമറി, സെക്കൻഡറി, ഈ ചിറകുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പ്രൈമറി ഫെദർ, എന്താണ് സെക്കൻഡറി ഫെദർ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട്, അത് അറിഞ്ഞുകൂടാത്തവർക്ക് ഇതൊരു ഉപകാരമാവട്ടെ. അപ്പോൾ ഇമ്പോർട്ടൻ്റായ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. പ്രൈമറി ഫെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ ഒരു ഹൈ ഫ്ലയറിൻ്റെ ആയിട്ട് ഏതൊരു പ്രാവിൻ്റെ ആയാലും പകുതിയിൽ നിന്നും, സെൻട്രലിൽ നിന്നും വലത്തോട്ടുള്ള അല്ലെങ്കിൽ മുകളിലോട്ടുള്ള 10 ലീഫാണ്, 10 തൂവലാണ് പ്രൈമറി ഫെദറായിട്ട് പറയുന്നത്. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പ്രൈമറി ഫെദർ. അടുത്ത് സെക്കൻഡറി ഫെദർ, അവിടെ നിന്ന് താഴോട്ടുള്ള, അതായത് ബോഡിയിലോട്ട് വരുന്ന ആ ഭാഗത്തുള്ള ലീഫാണ്, തൂവലുകളാണ് സെക്കൻഡറി ഫെദറായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സെക്കൻഡറി ഫെദറും ഈ പ്രൈമറി ഫെദറും ഉള്ള, അതായത് ഏത് തരത്തിലുള്ള, ഏത് പാറ്റേണിലുള്ള പ്രാവുകളാണ് ഹൈ പെർഫോമൻസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നല്ല ഒരു പ്രാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയുള്ള തൂവലുകളുള്ള പ്രാവിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതിനുള്ളതാണ് ഈ വീഡിയോ. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന തൂവലുള്ള അങ്ങനത്തെ ഫെദറുള്ള പ്രാവുകളുടെ പറവയെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഈ പ്രൈമറി ഫെദറും സെക്കൻഡറി ഫെദറും ഞാൻ കാണിക്കുന്ന തരത്തിലുള്ള പ്രാവുകൾ ഹെവി ടൈം പറക്കാറുണ്ട്. ഹെവി ടൈം അൺലിമിറ്റഡ് അല്ലെങ്കിൽ ഫുള്ള് പറക്കുന്ന പ്രാവുകളിലൊക്കെ അങ്ങനെ വരാറുണ്ട്. എന്നാൽ അതല്ലാതെ ചെറിയ വ്യത്യാസങ്ങളുള്ള പ്രാവുകളും പറക്കുമല്ലെന്നല്ല. എന്നാൽ അതിൻ്റെ ഒറിജിനലാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒറിജിനാലിറ്റി, നല്ല ബ്ലഡ് ലൈന് അല്ലെങ്കിൽ പക്ക ലൈനേജ് ഉള്ള പ്രാവുകൾ ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തരാം, അല്ലെങ്കിൽ പ്രാവിനെ തന്നെ കാണിച്ചു തരാം. അത്തരത്തിലുള്ള ലീഫുള്ള പ്രാവുകൾ നോക്കി നമ്മളൊരു പ്രാവ് എടുക്കാൻ എവിടെ പോയിരുന്നാലും സെലക്ട് ചെയ്യണം. അങ്ങനെയുള്ള പ്രാവുകളെ മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോഡി വലിയ ജോഡിയായിരുന്നാലും അതിനെടുത്ത് നമ്മൾ അതിൻ്റെ പേറാക്കി അതിനെ കുഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ നല്ല ലെവലിൽ, നല്ല രീതിക്ക് പെർഫോമൻസ് ചെയ്യും, നല്ല പറവ കാഴ്ചവെക്കുകയും ചെയ്യും. തലമുറകളായിട്ട് നമ്മൾ വെച്ച് വരുന്ന ആ പ്രാവുകൾ എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലത്തെ ലൈനേജ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടും. എത്ര വർഷം കഴിഞ്ഞാലും കറക്റ്റ് റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വേറൊരു പാറ്റേണിലുള്ള തൂവലുള്ള പ്രാവുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ പിന്നെ ഇറങ്ങുന്നതാണ് ഇതിൽ മിക്സ് കുഞ്ഞാണ് അല്ലെങ്കിൽ മിക്സ് പ്രാവാണ് എന്നൊക്കെ നമ്മൾ പറയണത്. അതായത് ഒറിജിനൽ 2 ലൈനേജുകൾ, ഒറിജിനൽ അല്ലാത്ത ഒരു വേറൊരു ലൈനും ഒരു എ അല്ലെങ്കിൽ ബി എന്നുള്ള 2 ലൈനുകൾ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് വ്യത്യാസങ്ങളുണ്ടാവും. പറവയിൽ വ്യത്യാസം ഉണ്ടാവും, ലാൻഡിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും, വലിഞ്ഞ് പോണതിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ടാവും. ബോഡി ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും, മെമ്മറിയിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ പ്രാവിലുണ്ടാവും. എന്നാൽ നമുക്കറിയുന്ന ഓരോ ലൈന് പ്രാവുകൾ നല്ല ശീലമുള്ള, അല്ലെങ്കിൽ നല്ല ഇറക്കത്തിലും പറവയിലും ഹൈറ്റിലും വലിഞ്ഞു പോകുന്നതിലും നമുക്ക് മോഡിലോട്ട് വരുന്ന ടൈം പക്ക കറക്റ്റ് ടൈമിന് വരുന്ന പ്രാവുകളെല്ലാം നമ്മൾ അതേപോലത്തെ രണ്ട് പ്രാവുകളെടുത്ത് പെയർ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ മാക്സിമം നല്ല കുഞ്ഞുങ്ങളായിരിക്കും അതിൽ നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ നിന്ന് നല്ല ഒരു കുഞ്ഞുങ്ങളെടുക്കണമെങ്കിലും അതിൻ്റെ കണ്ണ്, നേരത്തെ നമ്മൾ ചുണ്ടിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഇനി വരും വീഡിയോയിൽ നഖത്തിനെ കുറിച്ച് പറയും, അതുപോലെ ബോഡി പാറ്റേണിനെ കുറിച്ചൊക്കെ പറയുന്നതനുസരിച്ച് അതിന് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ വരുന്ന സമയത്ത് ജോഡി എങ്ങനെ ഇടാം എന്നുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പറയും. അങ്ങനെ ഉള്ളതുകൂടെ നമ്മൾ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഈ പറക്കുന്നതും മെമ്മറി മാത്രം പോരാ, കറക്റ്റായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ ആയാലേ നമുക്ക് അത്തരത്തിലുള്ള നല്ലൊരു കുഞ്ഞ് നമുക്ക് ഇറക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് പറവയ്ക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞ് നമുക്ക് ഇറക്കാനും കഴിയുള്ളൂ. അപ്പോൾ അത് വരും വീഡിയോയിൽ പറയാം. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രൈമറി ഫെദറും സെക്കൻഡറി ഫെദറും എങ്ങനെയുള്ളതായിരിക്കണമെന്ന് നമ്മൾ പക്ക അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് എന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു പ്രാവിനെ നമ്മൾ ഒരു കുഞ്ഞിനെ പറത്തിയിരുന്നാലും നമ്മൾ ആദ്യം പറത്തി വിട്ടതിന് ശേഷം നമ്മൾ ആ പ്രാവിൻ്റെ പറവ വീക്ഷിക്കണം. ചുമ്മാ ജസ്റ്റ് പറത്തി വിട്ടിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ പറവ കണ്ടു കുഴപ്പമില്ല, 2 മണിക്കൂർ പറന്നിറങ്ങി, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ പറന്നിറങ്ങി, ഇനി നാളെയും വിട്ടു ഒരു 3-3.5 മണിക്കൂർ പറന്നിറങ്ങി,
ഒരു 2-3-4 ദിവസം വിട്ടിട്ട് അത് കുഴപ്പമില്ല, പറന്നിറങ്ങണേല് ഇനി 1 മണിക്കൂർ ഏറ്റി വിടാം എന്നുള്ള ലെവലിൽ നമ്മൾ പറത്തിയിട്ട് പ്രാവിനെ പറത്തി വിട്ടിട്ട് നമ്മൾ ഒരിടത്തും പോകാൻ പാടില്ല. പ്രാവിനെ പറത്തിയാലും നമ്മൾ കറക്റ്റായിട്ട് അവിടെ ഇരുന്ന് പ്രാവ് വരുന്ന ടൈം, പ്രാവ് പോകുന്ന ദൂരം, നമുക്ക് ഇപ്പോൾ ഏത് തരത്തിലാണ് പ്രാവ് പറക്കുന്നത് ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വാച്ച് ചെയ്തിരിക്കണം. പ്രാവിനെ വിട്ടിട്ട് നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോവുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പ്രാവ് പറക്കില്ല, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാര്യം പ്രാവ് 5, 6, 7 പറവകളിൽ കറക്റ്റായിട്ടൊക്കെ പറക്കും. പക്ഷേ എപ്പോഴാണ് പ്രാവിൻ്റെ ഫോൾട്ട് കാണിച്ചു തുടങ്ങണമെന്ന് നമുക്ക് അറിയാൻ ഒക്കില്ല. അത് കറക്റ്റായിട്ട് പൂർണ്ണമായിട്ട് ഡേ ഫുള്ള് പറക്കുന്നത് നമ്മൾ കാണണം. കണ്ട് അത് കറക്റ്റാണ്, പ്രാവിൽ വേറെ കുഴപ്പമില്ല, കറക്റ്റ് പറവ പറക്കുന്നു എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അല്ലാതെ ഒരു 5-6-8 പറവ കഴിഞ്ഞതിന് ശേഷം അത് കുഴപ്പമില്ല, ഇന്നലെ വരെ പറഞ്ഞില്ല അത് പറക്കും എന്നുള്ള ലെവലിൽ ഒരിക്കലും അങ്ങനെ നമ്മൾ പ്രാവുക്കളെ ഇട്ടിട്ട് പോകാൻ പാടില്ല, പറത്തി വിട്ടിട്ട് പോകാൻ പാടില്ല. പ്രാവിനെ പറത്തിയാൽ ഇറക്കി കൂട്ടി കയറുന്നവരെ ഫുള്ള് ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളത് ചെയ്യണം. കാര്യം എങ്കിലേ നമുക്ക് കറക്റ്റ് ആ പ്രാവിൻ്റെ സ്വഭാവം നമുക്കറിയാൻ പറ്റുള്ളൂ, ആ പ്രാവ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. കാരണം മുന്നേ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇതേപോലെ ഒരു പ്രാവിനെ പറത്തി. അപ്പോൾ ആ പ്രാവിൻ്റെ ഒരു കണ്ണ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഈ പ്രാവ് എന്തായാലും ഒരു 8 മണിക്കൂർ, അതിൻ്റെ മാക്സിമം പോയി 8 മണിക്കൂർ അതിൻ്റെ മുകളിൽ പറക്കാൻ ഉള്ള ഒരു കപ്പാസിറ്റി ഉള്ള പ്രാവല്ല. പക്ഷേ പുള്ളി ആ പ്രാവിനെ ഒരു 4 മണിക്കൂറോളം പറവ കണ്ടു. 4 മണിക്കൂർ പറവ കണ്ടിട്ട് ആ പ്രാവിനെ പറത്തി വിട്ടിട്ട് പിന്നെ പുള്ളി പോയി. പക്ഷേ 8 മണിക്കൂറായി പുള്ളി പിന്നെ വന്നപ്പോൾ, അപ്പോഴും പ്രാവ് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രാവ് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല ടൈം പറക്കുന്നു 8 മണിക്കൂർ. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ആ പ്രാവ് അത്രയും പറക്കൂല, അതിനുള്ള ഒരു ഇതില്ല. കാര്യം ഇത് ഞാൻ നിങ്ങളടുത്ത് പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളവിടെ ഇരുന്ന് പ്രാവിൻ്റെ പറവ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഉള്ള വിഷയമാണ്. അപ്പോഴേ പുള്ളി കുറേ കഴിഞ്ഞിട്ട് ഞാനിത് തർക്കിച്ചു, ഇല്ല അങ്ങനെ പറക്കാൻ ചാൻസ് ഇല്ല, അത്തരത്തിലുള്ള ഒരു പ്രാവല്ല, കണ്ണിൽ ആ ഒരു ഇതില്ല, പറവ ലൈനിൽ കുറഞ്ഞതാണ്. ഇല്ല, ഇവൻ തർക്കിച്ച്. അപ്പോൾ കുറേ കഴിഞ്ഞ് നമ്മളിത് പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ, ഇല്ല ആ പ്രാവിനെ അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും പുള്ളിയുടെ വീട്ടിൽ ഒന്നുകൂടെ പോയപ്പോഴാണ് പുള്ളിയുടെ അമ്മ പറഞ്ഞത്, ഈ പ്രാവ് നീ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തുണി വിരിക്കാൻ ടെറസിൻ്റെ മണ്ടയിൽ പോയപ്പോൾ ഈ പ്രാവ് അവിടെ വന്നിരിക്കണം. അപ്പോൾ അതായത് ഈ പറഞ്ഞ് എൻ്റെ അടുത്ത് തർക്കിച്ചവൻ ഞെട്ടിപ്പോയി. അത്രയ്ക്കും ആ ഒരു പറവയ്ക്ക് കറക്റ്റായിട്ടുള്ള ഇവൻ്റെ വീക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് ആ പ്രാവിൻ്റെ പറവ ഇവനെ അറിയാൻ പറ്റാത്തത്. പക്ഷേ നമുക്ക് ആ ഒരു പ്രാവിൻ്റെ കണ്ണ് നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റും ആ പ്രാവ് അത്രത്തോളം പറക്കില്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പക്ഷേ അവന് അവിടെ തെറ്റി. അവൻ വിചാരിച്ച തരത്തിലുള്ള പറവ അല്ലായിരുന്നു പറഞ്ഞത്. പ്രാവ് അതിനകത്ത് ഇറങ്ങിയിട്ട് വീണ്ടും കഴിച്ച് പറന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു പ്രാവിനെ പറത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ ആ പ്രാവിൻ്റെ പറവ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രമല്ലാതെ ഒരിക്കലും പോകാൻ പാടില്ല ഒരിടത്ത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കടുത്ത് കറക്റ്റായിട്ട് ആ പ്രാവിൻ്റെ സെക്കൻഡറി ഫെദറും പ്രൈമറി ഫെദറും ഞാൻ കാണിച്ചു തരാം, അതിന് ശേഷം പറയാം. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന പിക്ക് കത്രിക ചിറക്, നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് കത്രിക ചിറക്. അപ്പോൾ ഇതിൻ്റെ പറവയെക്കുറിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ കറക്റ്റായിട്ട് ഈ പിക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് അതിനെ കറക്റ്റായിട്ടുള്ളത് അടയാളപ്പെടുത്തി ഇട്ടിക്കുന്നുള്ളതാണ് മാത്രമേ ഉള്ളൂ. ഇപ്പം പിന്നെ ഈ ഗ്യാപ്പുകൾ വരുന്ന ഈ മൊനന്തിരിയുടെ അവിടെ വരുന്ന ഗ്യാപ്പുകളെയാണ് കറക്റ്റായിട്ട് കത്രിക ആ ഷേപ്പിൽ വരുന്ന ഗ്യാപ്പുകൾ. ആ ഷേപ്പിൽ തൊട്ട് ചിറവ് മാറുമ്പം പ്രാവിനുണ്ടാകുന്ന പറവയുടെ വ്യത്യാസങ്ങൾ, ഹൈറ്റ്, അതിനെക്കുറിച്ചെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ വാച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ചിറവിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അടുത്ത് നമ്മൾ പറയാൻ പോണത് 3 തട്ടായിട്ടുള്ള ചിറകാണ്. അൺലിമിറ്റഡ് പറവയിൽ വരുന്നതാണ്. നീളപ്പറവയാണ്. 3/4 പറവ ഹൈറ്റിൻ്റെ മുകളിലായിരിക്കും ഹൈറ്റ്. അങ്ങനെയുള്ള ഒരു ചിറകാണിത്. അൺലിമിറ്റഡ് പറവയിലാണ് സാധാരണ ഈ ചിറക് കാണാറ്. അപ്പോൾ ഈ ചിറക് മുനന്തിരി എല്ലാ തിരിയേക്കാളും 1 ഇഞ്ച് കറക്റ്റ് 1 ഇഞ്ച് കൂടുതലായിരിക്കും. ആ 1 ഇഞ്ച് വരുന്നത് 9, 10, 9, 8, 7 ഇങ്ങനെ താഴോട്ട് ഒരു 4 തിരി, ഒരു തട്ട്, രണ്ടാമത് വരുന്ന ബാക്കി തിരി ഒരു തട്ട്, ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ സെക്കൻഡറി ഫെദർ അതൊരു തട്ട്. അങ്ങനെയാണ് ഇത് 3 തട്ടായിട്ട് ഈ ചിറക് വലിച്ച് നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചിറക് വരുന്ന പ്രാവുകളെല്ലാം അൺലിമിറ്റഡ് ലൈനേജ് ആയിരിക്കും, നല്ല വലിഞ്ഞു പോവും, നല്ല ടൈം എടുക്കുക ഇറങ്ങാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പറവയാണ് നമ്മൾ ഇങ്ങനെയുള്ള ചിറകുള്ള പ്രാവുകളിൽ കണ്ടു വരാറ്. അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്ന പടത്തിരിക്കുന്നത് പറയുന്ന ഒരു ചിറവാണ്.
പടത്തിരി. അപ്പോൾ ഇതിൻ്റെ തിരികളെന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു തൂവലുണ്ട്. ഈ തൂവൽ ഈ ഒരു ലീഫിൻ്റെ വീതിയാണ് മെയിനായിട്ട് നമ്മൾ നോക്കണം. നീളവും നല്ല നീളം ഉണ്ടാവും, ഈ വീതിയും ഉണ്ടാവും. ഒന്നിൻ്റെ പുറത്ത് ഒന്ന് അടുക്കി വെച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അത്രയ്ക്ക് നല്ല നെരുക്കത്തിലായിരിക്കും സാധാരണ ഇത് കാണാറ്, ഇങ്ങനെ പടത്തിരി എന്ന് പറയുന്നത് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തൂവലുകൾ, ഈ വീതിയുള്ള തൂവലുകളുള്ള പ്രാവുകൾ പടത്തിരി ആയിരിക്കും. കറക്റ്റായിട്ട് നല്ല ഷേപ്പ്, ഒരേ ഷേപ്പായിരിക്കും, റാ പോലെ വരും. വലിച്ചു പിടിച്ച് നോക്കിയാൽ ഒരേ ഷേപ്പിന് വരും. അങ്ങനെയുള്ളതാണ് പടത്തിരി എന്ന് നമ്മൾ പറയണത്. പിന്നെ പറയാനുള്ളത് കോൽത്തിരിയാണ്. കോൽത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനന്തിരി, അതായത് 10ാമത്തെ തിരിയിൽ നിന്ന് 9ാമത്തെ തിരി 10ാമത്തെ തിരിയേക്കാൾ നീളം കൂടുതലായിരിക്കും. എന്നാൽ 8ാമത്തെ തിരിയും 10ാമത്തെ തിരിയും ഒരുപോലെ നിൽക്കുകയും ചെയ്യും. 8ഉം 10ഉം ഒരേപോലെ നിൽക്കും. 9 കൂടുതലായിരിക്കും. ബാക്കിയുള്ളതെല്ലാം സ്ട്രെയിറ്റ് തിരിയായിരിക്കും. തൂവലിൻ്റെ തണ്ടുകളെല്ലാം കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും. അടുക്ക് നല്ല പക്ക അടുക്കായിരിക്കും. ഇങ്ങനെയുള്ള പ്രാവുകളുടെ പറവയും എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്ക് കാണാനായിട്ടും അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ പിക്കുകളെല്ലാം ഇത്രയും പറഞ്ഞു. ഈ പിക്കുകളൊക്കെ ഇട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോയിൽ കൂടെ ഒരു പ്രാവശ്യം കൂടെ കണ്ടാലും നിങ്ങൾക്കത് ഉപയോഗമേ വരുള്ളൂ. എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പിക്കുകളെല്ലാം ഇടുന്നത്. അപ്പോൾ ഈ ചിറവ്, ഇത്തരത്തിലുള്ള ചിറവുകളാണ് നമ്മൾ കോൽത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മേൽപ്പറവിലുള്ള പ്രാവുകളാണ്. നല്ല മേൽപ്പറവിലുള്ള പ്രാവുകൾക്കാണ് ഇങ്ങനെ വരാറുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാവിനെ ഞാൻ കാണിച്ചു തരാം. ആ ഫെദർ നോക്കിക്കോളാം. ഇതാണ് നമുക്ക് പ്രാവ്. ഇതാണ് ഇനി അതിൻ്റെ ഫെദറുകൾ നോക്കി. ഈ ഫെദർ ഇതാണ് സെക്കൻഡറി ഫെദർ. ഇതുവരെയുള്ള 10 ഫെദർ. അത് ഞാൻ വേറെ ഫോട്ടോ എന്തായാലും കാണിച്ചു തരാം. ഇതിൻ്റെ മടക്കുകൾ കണ്ട, അതായത് ഇപ്പം ഇങ്ങനെ നമ്മൾ കാണിക്കുമ്പോൾ ഈ 10 എണ്ണം, ഈ ആദ്യം കാണുന്ന ഈ 10 തിരി, ഇത് പ്രൈമറി ഫെദർ, ഇത് ഇത്രയും, ഇത് 10 തിരി. ഇത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ വിരലിൻ്റെ ഇടയ്ക്കുള്ള ഈ ഞാൻ പിടിച്ചിരിക്കുന്ന ഇത് ഇത്രയും പ്രൈമറി ഫെദർ എന്ന് പറയും. 10 തിരി, നമ്മൾ സാധാരണ 10 തിരി. ഇനി കാണുന്ന ഇത് ഇങ്ങോട്ടുണ്ട, വലിച്ചിട്ട് നമ്മൾ നൂറില്ല. ഇവിടെ ഉള്ള ചിറകുകൾ ഉണ്ട്. ഇവിടെ മാക്സിമം ചിറവ് നോക്കിക്കോളണേ, എത്ര ചിറവുണ്ടെന്നുണ്ടോ. ഏകദേശം ഇവിടെ ഉള്ള കംപ്ലീറ്റ് ചിറകുകളും ഞാൻ ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ അറിയില്ല. അല്ല, ഇങ്ങനെ കാണിച്ചു തരാം. ഇത് ഇതിന് താഴോട്ടാണ് ഇനി അടുത്തുള്ള തൂവലുകൾ ഉള്ളത്. നോക്കിയോ, ഇത് നൂന്ന് വരില്ല. ഇത്തരത്തിലുള്ള ചിറവുകൾ ഒരിക്കലും കാണുന്നുണ്ടോ, ഇത് നൂന്ന് വരില്ല. നമ്മൾ പിടിച്ചാലും നമുക്ക് ഇത്രയേ കിട്ടുള്ളൂ. ഹെവി ടൈം പറക്കാൻ കഴിവുള്ള പ്രാവിൽ ഈ 10 തിരി മാത്രമേ നമ്മൾ അറിയുള്ളൂ. ഈ സെക്കൻഡറി ഫെദർ നൂത്ത് പിടിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഫുള്ള്. ഈ സെക്കൻഡറി ഫെദർ കറക്റ്റായിട്ട് നമ്മളറിയില്ല. അതിങ്ങനെ പിടിച്ച് നോക്കിയാലേ അറിയാവൂ. എത്രത്തോളം ഉണ്ടെന്ന് ഇനിയുണ്ട്. നോക്കൂ, ഇത്രയും ഫെദർ അകത്ത് ഒതുങ്ങിയിരിക്കും. ഇങ്ങനെ ഇതിൽ ഒരുപാടുണ്ട് തൂവലുകൾ. ഇത്രയും തൂവലുകൾ അകത്ത് ഒതുങ്ങിയിരിക്കും. നമ്മളറിയില്ല, പിടിച്ചാൽ ഇങ്ങനെ തോന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് അധികം തൂവലുകൾ ഇതിനകത്തോട്ടുണ്ടാവും. ഇതാണ് ഹെവി ടൈം പറക്കുന്നത്. അതായത് അൺലിമിറ്റഡ് ലൈനേജിലൊക്കെ വരുന്ന പ്രാക്കൾക്ക് ഇങ്ങനെ ആയിരിക്കും തൂവൽ വരാറ്. പിന്നെ ഈ തൂവലൊന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ ഈ തൂവലുകളുടെ എൻഡിൽ ഒരു എൻഡിലൊരു ചെറിയ മുന പോലെ ഒരു സംഭവം ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഒരു കൂർത്ത മുന എല്ലാ ഫെദറിലും ഉണ്ടാവും. സെക്കൻഡ് ഫെദറിലൊക്കെ ഉണ്ടാവും. ഇത് അതിൻ്റെ ലൈനേജിനെ കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും. ഒറിജിനൽ ലൈനേജ് പ്രാക്കലിൽ മാത്രമാണ് ഇത് സാധാരണ നല്ല ഷാർപ്പായിട്ട് വരും. അതിൻ്റെ ഇത് ഗ്രോ ഷാർപ്പായിട്ട് വരും. എല്ലാ തൂവലും അതും ഉണ്ടാവും. കാണുന്നുണ്ടോ? കറക്റ്റായിട്ടുണ്ടാവും. അത്തരത്തിലുള്ള പ്രാവുകളാണ് കൂടുതലായിട്ട് ഹെവി ടൈം പറക്കാൻ കഴിവുള്ള പ്രാവുകളിൽ മാത്രമേ അതുണ്ടാവുള്ളൂ. അപ്പം ഇന്ന് ഈ ചിറവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ പ്രൈമറി ഫെദർ എന്താണ്, സെക്കൻഡറി ഫെദർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇതിൽ മെയിനായിട്ട് ഇങ്ങനെയുള്ള പ്രാവുകൾ പറവ വന്നിട്ട് വലിഞ്ഞ പറവായിരിക്കും, നല്ല ഹൈറ്റായിരിക്കും, നല്ല ലോങ് പോയി വരും. പിന്നെ പ്രാവ് ലാൻഡിങ്ങിൽ തന്നെ നല്ലൊരു ടൈം
ഈ ലാൻഡിങ് പൊസിഷനിൽ തന്നെ നല്ല ടൈം എടുക്കും. അതായത് മോട്ടിൽ വന്നതിന് ശേഷം പ്രാവ് കുറേ സമയം കറങ്ങിയതിന് ശേഷം മാത്രമേ ഇറങ്ങുള്ളൂ. ഏകദേശം മറ്റുള്ള സാധാ പ്രാവുകളെല്ലാം ഒരു 10 മിനിറ്റ് കറങ്ങിയാണ് ഛത്രിയിൽ ചവിട്ടുന്നതെങ്കിൽ ഈ പ്രാവുകൾ 30 മിനിറ്റോളം കറങ്ങി അല്ലെങ്കിൽ 30 അതിൻ്റെ മുകളിലും 40-3/4 മണിക്കൂർ വരെയൊക്കെ കറങ്ങി നിന്ന് സ്ലോ ആയിട്ട് ഇറങ്ങുള്ളൂ. അത്രയും ഉള്ള കപ്പാസിറ്റി ഇങ്ങനെയുള്ള ചെറുവേക്ക് ഉണ്ടാവും. വിങ്സ് പാറ്റേൺ വരുന്ന ചെറുവേക്ക് ഇങ്ങനെയുള്ള ചെറുവേക്ക് കറക്റ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് പ്രാവ് എടുക്കുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലെ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.